വയനാട് ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേന്ദ്രം ധനസഹായം നൽകണം. 4 മന്ത്രിമാർ ഉൾപ്പെട്ട മന്ത്രിസഭാ ഉപസമിതി വയനാട്ടിൽ തുടരാൻ സർവകക്ഷി യോഗത്തിൽ തീരുമാനമായി. കുട്ടികളുടെ വിദ്യാഭ്യാസം ക്രമീകരിക്കും. കുട്ടികൾ എവിടെയാണോ അവിടെ വിദ്യാഭ്യാസം നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇവിടുത്തെ പ്രശ്നത്തിന് കൂടുതൽ നല്ല നിലയിൽ പുനരധിവാസ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. നമ്മുടെ ദേശീയ ദുരന്തമാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ ആവശ്യം നമ്മൾ ഉന്നയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഇപ്പോൾ തടസ്സമായിട്ടല്ല പറയുന്നത്, ഇത് വേണമെന്നല്ല വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മന്ത്രിമാരായ PM മുഹമ്മദ് റിയാസ്, K രാജൻ, AK ശശീന്ദ്രൻ, OR കേളു എന്നിവർ ഉൾപ്പെട്ട മന്ത്രിസഭാ ഉപസമിതിയായിരിക്കും വയനാട്ടിലെ ദുരന്ത മേഖലയിൽ തുടർന്ന് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക. ക്യാമ്പ് ഒരു സ്ഥിരവാസമാക്കാൻ കഴിയില്ല. അപ്പോൾ അവരെ കൃത്യമായി പുനരധിവസിപ്പിക്കേണ്ടതുണ്ട്. ആ പുനരധിവാസ പ്രക്രിയ ഫലപ്രദമായി സ്വീകരിക്കുമെന്ന് തന്നെയാണ് കണ്ടിട്ടുള്ളത്. ക്യാമ്പ് കുറച്ച് നാൾ കൂടി തുടരേണ്ടതായിട്ട് വരും. അപ്പോൾ ക്യാമ്പ് തുടരുമ്പോൾ ആ ക്യാമ്പ് വ്യത്യസ്ത കുടുംബങ്ങളിലുള്ളവർ താമസിക്കുന്നൊരു ക്യാമ്പാണ്. ഓരോ കുടുംബത്തിനും ആ കുടുംബത്തിൻ്റെ സ്വകാര്യത കാത്തുസൂക്ഷിക്കാൻ പറ്റുന്ന വിധത്തിലായിരിക്കണം ആ ക്യാമ്പ്. ആവശ്യമായത്ര കൗൺസിലിംഗ് അവർക്ക് നൽകണം തന്നെയാണ് കണ്ടിട്ടുള്ളത്. ആശുപത്രികളിലെ അനാവശ്യ സന്ദർശനം ഒഴിവാക്കണമെന്നും സർവകക്ഷി യോഗത്തിന് ശേഷം നടന്ന വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി അറിയിച്ചു. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഒരു തരത്തിലുള്ള തടസ്സവും ഉണ്ടാകരുത് എന്നാണ് കണ്ടിട്ടുള്ളത്. നല്ല പ്രാമുഖ്യം അതിന് കൊടുക്കുകയാണ്. ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത് കുട്ടി എവിടെയാണോ അവിടെ ഇരുന്നു കൊണ്ട് വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ്. അതിനൊരു ക്രമീകരണം വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെൻറ്റും തദ്ദേശഭരണ സ്ഥാപനവും കൂടി ഉണ്ടാക്കണം. കളക്ടറേറ്റിൽ നടന്ന സർവകക്ഷി യോഗത്തിൽ മന്ത്രിമാരും ചീഫ് സെക്രട്ടറിയും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.